എല്ലാവർക്കും നമസ്കാരം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മെയിൻസ് എക്സാമിന് പൊതുവേ വെയിറ്റേജ് കൂടുതൽ കറണ്ട് അഫയേഴ്സിനാണ് കാണപ്പെടുന്നത്. പല എക്സാംസ് 10th ലെവൽ മെയിൻസ് ആണെങ്കിലും മറ്റ് പല മെയിൻസ് എക്സാമിനും അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ സമകാലികം എന്ന് പറഞ്ഞ ഒരു സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സെഷനാണ്. അപ്പോൾ PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച 2022 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതും 2 സെഷനായിട്ട്, ജൂൺ 30, 2022 വരെയും പിന്നെ അതിന് ശേഷമുള്ള സെഷൻ അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു സപ്പോർട്ട് അനുസരിച്ചിട്ടാണ് അടുത്ത ക്ലാസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കറണ്ട് അഫയേഴ്സിലേക്ക് കിടക്കാം. ജനുവരിയിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊൽക്കത്തയിലെ ദുർഗാപൂജയാണ് ആദ്യത്തെ ന്യൂസ്. കൊൽക്കത്തയിലെ ദുർഗാപൂജ യുനെസ്കോ പൈതൃക പദവി നേടിയതിനെക്കുറിച്ചാണ്. പാരീസിൽ ചേർന്ന യുനെസ്കോ യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. ഏഷ്യയിൽ നിന്ന് ഈ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഉത്സവമാണ് ദുർഗാപൂജ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആദ്യ ഉത്സവമാണ്, അതുകൊണ്ട് തന്നെ ദുർഗാപൂജ വെസ്റ്റ് ബംഗാൾ ഓർത്തു വെക്കേണ്ടതാണ്. പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം DRDO വികസിപ്പിച്ച കരയിൽ നിന്നും കരയിലേക്ക് സർഫേസ് ടു സർഫേസ് മിസൈൽ പ്രളയ് ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചു എന്ന് പറയുന്നത്. അതിൻ്റെ കിലോമീറ്റർ റേഞ്ചാണ് ഇമ്പോർട്ടൻറ്റ്. 350 to 500 കിലോമീറ്ററാണ് റേഞ്ച് എന്ന് പറയുന്നത്. അഗ്നി മിസൈൽ ശേഖരത്തിലെ നവതലമുറ മിസൈലായ അഗ്നി പ്രൈം മിസൈൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ റേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്നി പ്രൈം 1000 to 2000 കിലോമീറ്ററാണ് റേഞ്ച്. അഗ്നി 5 ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അഗ്നി പ്രൈം പുതിയതാണെന്ന് കരുതി 5000 കിലോമീറ്ററിന് മുകളിൽ ആണെന്ന് വിചാരിക്കരുത്. 1000 to 2000 കിലോമീറ്ററാണ് റേഞ്ച്. മലയാള സിനിമയിലെ മാറ്റത്തിൻ്റെ പാതയിലേക്ക് നയിച്ച ഇതിഹാസ സംവിധായകൻ KS സേതുമാധവൻ അന്തരിച്ചു. അപ്പോൾ JC ഡാനിയൽ പുരസ്കാര ജേതാവാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. സംവിധാനമാണ് അദ്ദേഹത്തിൻ്റെ രംഗം. പ്രശസ്ത കവിയും വിവർത്തകനുമായ മാധവൻ അയ്യപ്പത്ത് അന്തരിച്ചു. മലയാളത്തിലെ ആധുനിക കവിതയ്ക്ക് തുടക്കം കുറിച്ചവർ പ്രമുഖനാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മാധവൻ അയ്യപ്പത്ത്. ജോർജ് ഓണക്കൂറിൻ്റെ ഹൃദയരാഗങ്ങൾ എന്ന ആത്മകഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. 1,00,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അവർ മൂവരും മഴവില്ലും എന്ന നോവലിന് രഘുനാഥ് പാലേരിക്ക് ബാലസാഹിത്യ പുരസ്കാരവും ജക്കരന്ത എന്ന നോവലിന് മൊബിൻ മോഹനന് യുവ പുരസ്കാരവും ലഭിച്ചു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണത്. ജോർജ് ഓണക്കൂറിൻ്റെ ഹൃദയരാഗങ്ങൾ എന്ന ആത്മകഥയ്ക്ക് കേന്ദ്ര സാഹിത്യ പുരസ്കാരം 1,00,000 രൂപ, അത് അതിൻ്റെ പ്രൈസ് വാല്യൂ ആണ്. അവർ മൂവരും മഴവില്ലു എന്ന നോവലിന് രഘുനാഥ് പാലേരിക്ക് ബാലസാഹിത്യ പുരസ്കാരം, ജക്കരത്ത് എന്ന നോവലിന് മൊബിൻ മോഹനന് യുവ പുരസ്കാരവും ലഭിച്ചു എന്ന് പറയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സദ്ഭരണ സൂചികയിൽ കേരളത്തിന് 5ാം സ്ഥാനം, 5th പ്ലേസാണ് കേന്ദ്ര സർക്കാരിൻ്റെ സദ്ഭരണ സൂചിക. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സാറ ജോസഫിൻ്റെ ബുധിനി എന്ന നോവലിന് 2021 ഓടക്കുഴൽ പുരസ്കാരം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് പുരസ്കാരം നൽകുന്നത്. 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. സാറ ജോസഫിൻ്റെ ബുധിനി. ഏതാണ് പുരസ്കാരം? ഓടക്കുഴൽ പുരസ്കാരം. ആരാണ് നൽകുന്നത്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. Under-19 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഇന്ത്യക്ക് കിരീടം. ഫൈനൽ ശ്രീലങ്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം. Under-19 ഏഷ്യ കപ്പാണ്, വേൾഡ് കപ്പ് അല്ല, ഏഷ്യ കപ്പാണ്. അതിൽ വേറെ രാജ്യമാണ് ഡീൽ ചെയ്തിരിക്കുന്നത്. ഇത് Under-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഇന്ത്യക്കാണ് കിരീടം. ഓപ്പോസിറ്റായിട്ട് വന്നിരുന്ന ടീം ഏതാണ്? ശ്രീലങ്കയാണ്. അതുപോലെ സച്ചിദാനന്ദൻ്റെ ദുഃഖം എന്ന വീട് എന്ന കവിതാ സമാഹാരത്തിന് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 14ാം ബഷീർ പുരസ്കാരം. സച്ചിദാനന്ദൻ്റെ ദുഃഖം എന്ന വീട് ഓർത്തു വെക്കണേ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO 10ാമത് ചെയർമാനായി റോക്കറ്റ് സാങ്കേതിക വിദ്യയിലെ മുതിർന്ന ശാസ്ത്രജ്ഞനും മലയാളിയുമായ ഡോക്ടർ S സോമനാഥിനെ നിയമിച്ചു. നിലവിൽ തിരുവനന്തപുരം VSSC ഡയറക്ടറാണ് ഇദ്ദേഹം. ISROയുടെ മേധാവിയാകുന്ന 5ാമത്തെ മലയാളിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പുരസ്കാരം കലാ സാംസ്കാരിക വേദിയുടെ കേണൽ GV രാജ പുരസ്കാരം മന്ത്രി മുഹമ്മദ് റിയാസിന് ലഭിച്ചു എന്നാണ്. അടുത്തത് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം നായക സ്ഥാനത്ത് നിന്ന് വിരാട് കോഹ്ലി രാജിവെച്ചു എന്ന വാർത്തയാണ്. അതുപോലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള മഹാകവി കുഞ്ചൻ നമ്പ്യാർ അവാർഡ് നോവലിസ്റ്റ് പെരുമ്പടവും ശ്രീധരന്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായി സംവിധായകൻ രഞ്ജിത്തിനെ നിയമിച്ചു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ 2021 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള 2021 ഫിഫയുടെ പുരസ്കാരം പോളണ്ട് മുന്നേറ്റ താരം റോബർട്ട് ലെവൻഡോസ്കിക്ക്. അതുപോലെ SK പൊറ്റക്കാട് അനുസ്മരണ വേദിയുടെ SK പൊറ്റക്കാട് പുരസ്കാരങ്ങൾ കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ, ചലച്ചിത്ര ടെലിവിഷൻ നടനും സാഹിത്യകാരനുമായ ഇബ്രാഹിംകുട്ടി, ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവും എഴുത്തുകാരനുമായ സമദ് മങ്കട, KK ജയരാജൻ എന്നിവരെ തിരഞ്ഞെടുത്തു. പൊതുമേഖലാ വിമാന കമ്പനിയായ എയർ ഇന്ത്യ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ
മുതിർന്ന IAS ഓഫീസർ വിക്രം ദേവ്ദത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. സർക്കാർ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പിന് കൈമാറി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതോടെ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ എയർലൈനുകൾ ടാറ്റയുടേതാകും. ടാറ്റയാണ് അപ്പോൾ എടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബ്രഹ്മോസ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു എന്നതാണ്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. കൺട്രോൾ സിസ്റ്റം ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യകളാണ് മിസൈലിൻ്റെ പ്രത്യേകത എന്ന്. അടുത്തത് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം റാഫേൽ നദാലിനാണ്. 21 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളുമായി പുരുഷ സിംഗിൾസിലെ ഏറ്റവും കൂടുതൽ കിരീടം എന്ന നേട്ടവും നദാൽ സ്വന്തമാക്കി. റാഫേൽ നദാൽ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ കിരീടം ആഷ്ലി ബാർട്ടിക്കാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ജവഹർലാൽ നെഹ്റു സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന M ജഗദീഷ് കുമാറിനെ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ചെയർമാൻ UGC ചെയർമാനായിട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വൈസ് ചാൻസലറായിരുന്നു M ജഗദീഷ് കുമാർ. ഇപ്പോൾ UGC ചെയർമാനാണ്. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീടം സെനഗലിന് ആദ്യമായാണ് ഈ കപ്പ് നേടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഇന്ത്യക്ക്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടമാണ്, അല്ലാതെ അണ്ടർ 19 ഏഷ്യ കപ്പ് അല്ല. ഏഷ്യ കപ്പ് ഇന്ത്യ ഓസ്ട്രേലിയനെ തോൽപ്പിച്ചാണ്. ഇന്ത്യ ഇംഗ്ലണ്ടിനെയാണ് ഈ അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കുന്ന സമയത്ത് തോൽപ്പിച്ചിരിക്കുന്നത്. 24ാമത് ശൈത്യകാല ഒളിമ്പിക്സ് ഫെബ്രുവരി 4 ചൈനീസ് തലസ്ഥാനമായ ബീജിങ്ങിൽ തുടക്കമായി. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പറും മലയാളിയുമായ ഒളിമ്പ്യൻ PR ശ്രീജേഷ് ഇൻ്റർനാഷണൽ വേൾഡ് ഗെയിംസ് അസോസിയേഷൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ അവാർഡ്. ആരാണ്? PR ശ്രീജേഷ്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് മലയാളം മിഷൻ ഡയറക്ടറും കവിയും ഗാനരചയിതാവുമായ മുരുകൻ കാട്ടാക്കട ചുമതലയേറ്റു. ഏതിൻ്റെയാണ്? മലയാളം മിഷൻ ഡയറക്ടറായിട്ട് കേട്ടോ. സംസ്ഥാന മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മികച്ച പഞ്ചായത്തായും കോഴിക്കോട് മികച്ച കോർപ്പറേഷനായും എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി മികച്ച ഗ്രാമപഞ്ചായത്തായും തിരഞ്ഞെടുത്തു. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യ കാരവൻ പാർക്ക് വാഗമണ്ണിൽ. സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ കാരവൻ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വന്നത്. കേരളത്തിലെ ആദ്യ കാരവൻ പാർക്ക് എവിടെയാണ്? വാഗമണ്ണിലാണ്. കോട്ടയം ജില്ലയിലെ ഐമനം ഗ്രാമം 2022 സന്ദർശിക്കേണ്ട ലോകത്തിലെ 30 വിനോദസഞ്ചാര ഗ്രാമങ്ങളിൽ ഒന്നായി അന്താരാഷ്ട്ര ടൂറിസം മാഗസിനായ കൊണ്ടേ നാസ്റ്റ് ട്രാവലർ തിരഞ്ഞെടുത്തു. അടുത്തത് അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി ഏർപ്പെടുത്തിയ 2022 ബാലാമണി അമ്മ പുരസ്കാരം പ്രൊഫസർ MK സാനുവിന്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം നൽകിയത്. ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ ഗംഗയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പറേഷൻ ഗംഗ. അതുപോലെ ബ്രഹ്മോസ് ക്രൂസ് മിസൈലിൻ്റെ ദീർഘദൂര പതിപ്പ് നാവികസേന INS ചെന്നൈയിൽ നിന്ന് വിജയകരമായിട്ട് പരീക്ഷിച്ചു എന്ന് പറയുന്നു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനായി നടൻ പ്രേംകുമാർ. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് ആരെയാണ്? നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞാണ് സംവിധായകൻ രഞ്ജിത്തിനെയാണ്. അതുപോലെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനായി നടൻ പ്രേംകുമാറിനെ നിയമിച്ചു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISRO സേഫ്റ്റി റിലയബിലിറ്റി ക്വാളിറ്റി വിഭാഗം ഡയറക്ടറായി ഡോക്ടർ V ബൃന്ദ ചുമതലയേറ്റു. തിരുവനന്തപുരം സ്വദേശിയാണെന്ന് പറഞ്ഞു. അപ്പോൾ സേഫ്റ്റി റിലയബിലിറ്റി ക്വാളിറ്റി വിഭാഗം ഡയറക്ടറായിട്ടാണ് ഡോക്ടർ V ബൃന്ദ ചുമതലയേറ്റത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സണായി മാധവി പൂരി ബച്ച് നിയമിതം. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം വനിതാ ചെയർപേഴ്സണാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സണായിട്ട് മാധവി പൂരി ബച്ച്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ന്യൂസ്. സംസ്ഥാന സർക്കാരിൻ്റെ 2022-23 ബഡ്ജറ്റ് പ്രകാരം സംസ്ഥാന മെഡിക്കൽ ടെക് ഇന്നൊവേഷൻ പാർക്ക് തിരുവനന്തപുരത്ത് നിലവിൽ വരും. ഏതാണ്? സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന മെഡിക്കൽ ടെക് ഇന്നൊവേഷൻ പാർക്ക് തിരുവനന്തപുരത്താണ്. ആം ആദ്മി പാർട്ടി നേതാവ് ഭഗവത് മാൻ പഞ്ചാബിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റു. ആം ആദ്മി പാർട്ടിയാണ്. എയർ ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നടരാജൻ ചന്ദ്രശേഖരൻ നിയമിതനായി. വനിതാ ഏകദിന ക്രിക്കറ്റിൽ 250 വിക്കറ്റുകൾ നേടുന്ന ആദ്യ താരമായി ഇന്ത്യയുടെ ജൂലൻ ഗോസ്വാമി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണത്. ലോക 1-ാം നമ്പർ ടെന്നീസ് താരം ആഷ്ലി ബാർട്ടി വിരമിച്ചു. 25-ാം വയസ്സിലാണ് താരം വിരമിച്ചിരുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും, കാരണം 1-ാം നമ്പറായി ഇരിക്കുകയാണ് വിരമിച്ചിരിക്കുന്നത്. ആഷ്ലി ബാർട്ടി വിരമിച്ചു 25-ാമത്തെ വയസ്സിൽ. കുടുംബശ്രീ ദേശീയ നഗര ഉപജീവന മിഷൻ സ്പാർക്ക് റാങ്കിങ്ങിൽ കേരളം 1-ാം സ്ഥാനത്ത്.
2021 മികച്ച ഇന്ത്യൻ വനിതാ കായിക താരത്തിനുള്ള BBC ഇന്ത്യൻ വനിതാ സ്പോർട്സ് പുരസ്കാരം മീരാഭായ് ചാനുവിന്. ക്രിക്കറ്റർ ഷെഫാലി വർമ്മയാണ് മികച്ച യുവ വാഗ്ദാനം. കർണം മല്ലേശ്വരിക്ക് ആജീവനാന്ത കായിക പുരസ്കാരം ലഭിച്ചു. BBCയുടെ ഇന്ത്യൻ വനിതാ സ്പോർട്സ് പുരസ്കാരം മീരാഭായ് ചാനുവിനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ന്യൂസ്, സാഫ് അണ്ടർ 18 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ ജേതാക്കളായി. സാഫ് അണ്ടർ 18 വനിതാ ഫുട്ബോളാണ്. തിരുവനന്തപുരം ജില്ലയ്ക്ക് കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിൻ്റെ 3ാമത് ദേശീയ ജലശക്തി പുരസ്കാരത്തിൽ ദക്ഷിണേന്ത്യയിൽ ജില്ലകളിൽ നിന്ന് 1ാം സ്ഥാനം. ദക്ഷിണേന്ത്യൻ ജില്ലയിൽ തിരുവനന്തപുരത്താണ് 1ാം സ്ഥാനം. 2022 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഓസ്ട്രേലിയ ജേതാക്കളായി. 2022 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ആരാണ് ജേതാക്കളായത്? ഓസ്ട്രേലിയ. കേരളത്തിൽ ബസ് ചാർജ് വർധനവ് ശുപാർശ ചെയ്ത കമ്മിറ്റി ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ. കേരളത്തിൽ ബസ് ചാർജ് വർധനവ് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ ഡയറക്ടർ ജനറലായി എസ് രാജുവിന് നിയമനത്തിനായി. എസ് രാജുവാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി എസ് രാജുവാണ് നിയമിതനായത്. 64ാമത്തെ ഗ്രാമി പുരസ്കാരം സോങ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ലീവ് ദി ഡോർ ഓപ്പൺ, സിൽക്ക് സോണിക് എന്ന് പറഞ്ഞ ഗാനമാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ടാങ്ക് ഗൈഡഡ് മിസൈൽ, ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് ATGM ഹെലീന വിജയകരമായി പരീക്ഷിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. ഹെലീന ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ്. ATGM ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ഷഹബാസ് ഷെരീഫ് ചുമതലയേറ്റു. ഇമ്പോർട്ടൻ്റ് ആണ്. പുതുപ്പള്ളി രാഘവൻ്റെ സ്മരണക്കായി കുടുംബ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുതുപ്പള്ളി രാഘവൻ പുരസ്കാരം മജീഷ്യൻ ഗോപിനാഥ് ഉദ്ഘാടനം. ഡൽഹിയിലെ തീൻ മൂർത്തി ഭവനിൽ പ്രധാനമന്ത്രി സംഗ്രഹാലയ, പ്രധാനമന്ത്രി മ്യൂസിയം നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, കേരള ഒളിമ്പിക് അസോസിയേഷൻ കായിക രംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം ബോക്സിംഗ് താരം മേരി കോമിനാണ് സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം ലഭിച്ചത്. കേരള സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ പ്രവേശിച്ചു. സെമി ഫൈനലിൽ 3-7 ഗോളുകൾക്ക് കർണാടകയെ തോൽപ്പിച്ചു എന്ന ന്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരം കീറോൺ പോളാർഡ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായി ഇമാനുവൽ മാക്രോൺ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുള്ളത്, എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറികൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ജാർഖണ്ഡിലെ ജാംതാര ജില്ലയായി. എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറികൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല എന്ന് പറയുന്നത് ജാർഖണ്ഡിലെ ജാംതാര ജില്ലയാണ്. അതുപോലെ 75ാമത് കെയ്ൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി അംഗമായി ഇന്ത്യൻ ചലച്ചിത്ര താരം ദീപിക പദുക്കോൺ. ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ആയിരുന്ന ടിക്കാറാം മീണ രചിച്ച ആത്മകഥയാണ് തോൽക്കില്ല ഞാൻ. കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ടിക്കാറാം മീണ രചിച്ച ആത്മകഥയാണ് തോൽക്കില്ല ഞാൻ. ഓൺലൈൻ ബാങ്ക് തട്ടിപ്പുകളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകമാണ് രാജു ആൻഡ് ദി 40 Thieves. ഒരു കോമിക് ബുക്ക് പോലെ തോന്നുമെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓൺലൈൻ ബാങ്ക് തട്ടിപ്പുകളെക്കുറിച്ചുള്ള അബോധം അല്ലെങ്കിൽ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പുസ്തകമാണ്. രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും ജനകീയ പ്രക്ഷോഭം ശക്തമാവുകയും ചെയ്തതോടെ ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹീന്ദ രാജപക്സെ രാജിവെച്ചു. അപ്പോൾ എക്കണോമിക് ആയിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി എവിടെയാണുള്ളത്? ശ്രീലങ്കയിലാണ്. ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ 5ാമത് റിപ്പോർട്ടിലും കേരളം മുന്നിൽ. താമസയോഗ്യമായ വീടുകളിലെ ശൗചാലയം, വൈദ്യുതി, കുടിവെള്ളം, പെൺകുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസം, ജനറൽ രജിസ്ട്രേഷൻ, കുറഞ്ഞ ശിശുമരണ നിരക്ക് എന്നിവയാണ് കേരളം മുന്നിലെത്തിച്ച ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ആഗോള ടെക് കമ്പനിയായ IBM ചെയർമാനും CEOയുമായ ഇന്ത്യൻ വംശജൻ അരവിന്ദ് കൃഷ്ണ ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഫയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സ്ട്രീം ചെയ്ത ഇന്ത്യൻ സ്പോർട്സ് ഡോക്യുമെൻ്ററിയാണ് മൈതാനം. ഇമ്പോർട്ടൻ്റ് ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹമായ ശുക്രനെ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ശുക്രയാൻ. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്.